ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും ആന്റി. അങ്കിളിന്റെയും ആന്റിയുടെയും പേര് വെക്കാതെ കാർഡടിക്കാൻ അമൃത ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരായുള്ള നീക്കത്തിന്റെ തുടക്കമാണ്. ഞങ്ങൾക്കെതിരായിട്ട് എന്ത് നീക്കം? അച്ഛനെയും അമ്മയും മാത്രമല്ല, എന്നെയും ദിവ്യയും ബാധിക്കുന്ന തരത്തിൽ വരും അത്. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെന്തോ കണക്ക് നോക്കി തീരുമാനിച്ചുള്ള പുറപ്പെടാ. ആന്റി നോക്കിക്കോ, ഈ കുടുംബത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യൂ അവള്. അങ്കിളിനെയും ആകാശിനെയും അവളുടെ പക്ഷത്തിലാക്കും. അപ്പൊ പിന്നെ പണവും പൊന്നും ഒന്നും തരണ്ടല്ലോ. എനിക്ക് ആഭരണങ്ങൾ കിട്ടിയേ പറ്റൂ. തരില്ല. തരാതിരിക്കാനുള്ള നീക്കങ്ങളാ നടക്കുന്നത്. അത് ഞാൻ സമ്മതിക്കില്ലല്ലോ. കല്യാണത്തിന് ഒരാഴ്ചക്ക് മുൻപ് 60 പവന് ഞാൻ വാങ്ങും. വാങ്ങിക്കണമെങ്കിലേ അമൃതയുടെ നീക്കങ്ങളെല്ലാം നമുക്ക് തടയണം. ഒരാഴ്ചയൊന്നും സമയം കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കണം. അതെ, കല്യാണത്തിന് അവൾക്കുള്ളതിനേക്കാളും ആഭരണങ്ങൾ എനിക്കണിയണം. ആ ആഭരണങ്ങൾ മുഴുവനും ഇട്ട് എല്ലാവർക്കും മുന്നിൽ നിവർന്ന് നിൽക്കണം എനിക്ക്. അത് ശരി. പഞ്ചരത്നങ്ങൾ എന്നെ കണ്ട് അസൂയപ്പെടണം. 8 or 10 പവനിട്ട് നിൽക്കുന്ന അനഘ എന്നെ കണ്ട് നാണം കെടണം. എന്നാലേ ഈ വീട്ടിലേക്ക് വരുമ്പോ അവൾ അഹങ്കാരം കാണിക്കാതിരിക്കൂ, എന്നോട് ബഹുമാനം കാണിക്കൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെ ഇങ്ങനെ നിന്നാ പ്രശ്നം തീരുവോ? എന്തുദ്ദേശിച്ച നിങ്ങൾ ഇങ്ങനൊരു കല്യാണക്കുറി അടിച്ചത്? പെൺകുട്ടിയുടെ അച്ഛന്റെ പേരും മരിച്ചുപോയ അമ്മയുടെ പേരും ചേച്ചിയുടെയും അനിയത്തിമാരുടെയും ഒക്കെ പേരുണ്ട്. പക്ഷേ കല്യാണം കഴിക്കുന്ന ചെറുക്കന്മാർക്ക് അച്ഛനും അമ്മയും ഇല്ല. ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ. ഇത് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ? ഞാനൊന്ന് പറയട്ടെ. അംബികയുടെ സഹദേവന്റെ പേര് വെക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ച അല്ലേ? പക്ഷേ വിവേക് അനാഥനായതുകൊണ്ട്. വിവേക് അനാഥനായതുകൊണ്ട് എന്റെ മകൻ എന്ത് പിഴച്ചു? അത് മാമി, ഒരാളുടെ അച്ഛനമ്മമാരുടെ മാത്രം പേര് വെച്ചാ അത് വിവേകിനൊരു നാണക്കേടാവില്ലേ? തന്തയും തള്ളി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പേര് വെക്കില്ല. പക്ഷെ അവൻ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ടേ ആകാശ് എന്തിനു നാണം കിടണം? അമ്മായി, സൂക്ഷിച്ച് സംസാരിക്കണം. മാന്യതയില്ലാതെ വർത്തമാനം പറഞ്ഞാ ഞാനും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. അനക്കെ അയ്യോ, കെട്ടാൻ പോകുന്ന ചെക്കനെ പറഞ്ഞപ്പോ പെണ്ണിനങ്ങ് കൊണ്ടു. ഇക്കണക്കിന് കെട്ടിക്കഴിഞ്ഞാ നീ എന്നെ അങ്ങ് തല്ലുവല്ലോ. എന്നെ കെട്ടാൻ പോകുന്ന ആളെ പറ്റി വേണ്ടതീനം പറഞ്ഞാ ഞാൻ പ്രതികരിക്കും. അല്ല, അതെങ്ങനെ അമ്മായിക്കറിയാം? അമ്മാവനെ ചീത്ത പറഞ്ഞാലല്ല, തല്ലിയാലും അമ്മായിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. മോളെ, ദേ പെണ്ണ് വലിയ ആളായല്ലോ. മോളെ അനഘേ, ഊരും പേരും ബന്ധുക്കളും കുടുംബവും ഇല്ലാത്ത അവനെ നീ തന്നെയല്ലേ കണ്ടുപിടിച്ചത്? ആണിനെ വളയ്ക്കാൻ നോക്കുമ്പോ കൊള്ളാവുന്നവനെ നോക്കിയേ വളയ്ക്കാവൂ. എന്താ വിവേകിനൊരു കുറവ്? അച്ഛനും അമ്മയും ചെറുപ്പത്തിനെ നഷ്ടപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ വിവേകിന് സംസ്കാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്. അതൊന്നുമില്ലാത്ത ആണുങ്ങളുള്ളതേ അമ്മായിയുടെ വീട്ടിലാ. അനക്കേ, നീ ആരോടാ സംസാരിക്കുന്നേ? അംബിക മാമിയായത്. അമ്മായിയാണെങ്കിൽ അമ്മായിയെ പോലെ പെരുമാറണം, അല്ലാതെ നീ എന്താടി നിർത്തിക്കളഞ്ഞത്? മനഃപൂർവ്വ. എത്ര തരം താഴ്ന്നാലും അമ്മായിയുടെ അത്രയും താഴാൻ എനിക്ക് പറ്റില്ലല്ലോ. ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചിട്ട് അത് ചോദിക്കാൻ വന്ന എന്നോട് തർക്കിക്കാൻ വരിക അല്ലേ? ചന്ദ്രേട്ട, എന്താ ഇത്? അംബികയെ, സത്യത്തിൽ ഞങ്ങൾ വളരെ കുറച്ച് കാടേ അടിച്ചിട്ടുള്ളൂ. അത് അനഘയുടെയും അഖിലയുടെയും കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാ. പിന്നെ ദേ ഞങ്ങളുടെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കൊടുക്കാനാ. അപ്പൊ പിന്നെ ദേ ഇതെങ്ങനെ എനിക്ക് കിട്ടി? നിങ്ങൾ കാർഡ് കൊടുത്ത ഒരാൾ അയച്ചു തന്നാലല്ലേ എനിക്കിത് കിട്ടൂ. നോക്ക്. എന്തൊക്കെയാ ആളുകൾ പറയുന്നെന്നറിയോ?
ഇങ്ങനെയായിരുന്നെങ്കിൽ കാർഡ് അടിക്കാതിരുന്നാ മതിയായിരുന്നല്ലോ. ഇത് കാണുന്നവരെന്താ വിചാരിക്ക? വിവേകിനെ പോലെ എന്റെ മോനും തന്തയും തള്ളയും ഇല്ലാന്നല്ലേ? ദേ അമ്മായി, ഇങ്ങനെയുള്ള വർത്തമാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അമ്മായി വായി തൊന്ന് പറഞ്ഞാലേ അമൃതേച്ചി കേട്ടോണ്ട് നിൽക്കും. സർവം സഹയാണല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. നീ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കൂടി വിവേകിനെ പറ്റി മോശം പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.